ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്ക് അത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്നിൻ്റെ സുവിശേഷ ചിന്ത മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 20 അധ്യായം 1 മുതൽ 16 വരെ. അതിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് ശ്രവിക്കാൻ സാധിക്കും. എൻ്റെ സമൃദ്ധിയിൽ നിന്ന് എനിക്കിഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള വിധത്തിൽ കൊടുക്കാൻ ഞാൻ തയ്യാറാകുമ്പോൾ നീ അതിൽ അസൂയപ്പെടുന്നത് എന്തിന്? പ്രിയമുള്ളവരെ, ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാവുക. അസ്വസ്ഥതകളൊന്നും തന്നെ ഉണ്ടാവില്ല. ഞാൻ നേരത്തെ വന്നു, ഈ പകൽ മുഴുവൻ അധ്വാനിച്ചു, വിയർപ്പൊഴുക്കി, അപ്പോൾ അവസാനം വന്നതിനേക്കാൾ കൂടുതലായി കിട്ടുമെന്നുള്ള ആ ഒരു പരവേശവും ആർത്തിയും അഹന്തയും അതൊക്കെ മനസ്സിനെ ഭരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതം നാശത്തിലേക്ക് തന്നെ തള്ളിവിടുകയാണ്. അതുകൊണ്ട് വിളിച്ചവൻ ഓരോരുത്തരും ഓരോരോ സമയങ്ങളിലും വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്തിന് പരിധികളില്ല, പക്ഷേ ജോലി ചെയ്യുക എന്നുള്ളതാണ് അത്യാവശ്യം. അങ്ങനെ ഇന്ന് പലരും ജോലി എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ തന്നെയും സമയം കളഞ്ഞ് യജമാനിൽ നിന്ന് അല്ലെങ്കിൽ കൊടുക്കുന്നവരിൽ നിന്ന് അത് കൂടുതലായിട്ട് ചോദിച്ചു വാങ്ങി സ്വന്തം കാര്യം നോക്കാനല്ലാതെ അധ്വാനത്തിൻ്റേതായ ഒരു വിയർപ്പൊഴുക്കൽ അവിടെ നടക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. അപ്പോൾ ഇന്ന് യേശു നമ്മളോട് സംസാരിക്കുമ്പോൾ അതാണ് കിട്ടുന്നത്. അവനോടുകൂടെ ചേർന്ന് നിന്ന് ആ അനുഭവിക്കേണ്ട ആനന്ദവും സന്തോഷവും അതിലേക്കാണ് യേശു നമ്മെ ക്ഷണിക്കുന്നത്. അപ്പോൾ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.